നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 7ാമത്തെ പാഠം അടിസ്ഥാന ശാസ്ത്രത്തിലെ 7ാമത്തെ പാഠം പഠിക്കാൻ പോകുന്നത് അറിവിൻ്റെ ജാലകങ്ങൾ. ആദ്യം തന്നെ ചെമ്മനം ചാക്കോയുടെ ഒരു കവിതയിൽ നിന്നാണ് തുടങ്ങുന്നത്. മാനത്ത് ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലല്ലോ. കുയിൽ കൂകുന്നതെന്തെന്ന് ചൊന്നതാൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ല ഞാൻ ചെവിയാൽ കേട്ടതല്ലോ. മുല്ലമുട്ട് വിരിഞ്ഞെന്ന് ചൊന്നതാൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസന എത്തവേ. വീശുന്നു കുളിർ കാറ്റെന്ന് ചൊന്നതാൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞേ ഞാൻ തൊലിമേൽ വന്നു തട്ടവേ. മധുരം തേനുണ്ടെന്ന് ചൊന്നതാൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞല്ലോ നാവ് കൊണ്ട് രുചിച്ചു ഞാൻ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ആ കവിത പറഞ്ഞത്. കണ്ണും കാതും മൂക്കും എല്ലാം തുറന്നു വെച്ചപ്പോൾ പ്രകൃതിയെക്കുറിച്ച് എത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കാനായത്. ഇതുപോലെ മറ്റു ജീവികളുടെ ചുറ്റുപാടെക്കുറിച്ച് അറിയുന്നില്ലേ? അടുക്കളയിലും മറ്റും ആഹാരം തേടിയെത്തുന്ന ഉറുമ്പുകളെ നിങ്ങൾ നിരീക്ഷിച്ചിരിക്കുമല്ലോ. എങ്ങനെയാണ് അവയ്ക്ക് ആഹാരത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്? കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുത്ത് പോകുന്ന പരുന്തിനെ കണ്ടിട്ടില്ലേ? വളരെ ഉയരത്തിൽ തൻ്റെ ഇരയെ അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഉറങ്ങുന്ന നായയുടെ സമീപത്തുകൂടി ശബ്ദമുണ്ടാക്കാതെ നടന്നാൽ പോലും അത് ചെവി ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം മണത്തറിയാനും ഇരയെ തിരിച്ചറിയാനും വളരെ ചെറിയ ശബ്ദം കേൾക്കാനും എങ്ങനെയാണ് ജീവികൾ കഴിയുന്നത്? ഈ അറിവുകൾ നേടുന്നതിന് അവയെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? കണ്ണ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ദൂരെയുള്ള മരം നോക്കൂ. ആ മരത്തെക്കുറിച്ച് എന്തെല്ലാം അറിവുകളാണ് കണ്ണുകൾ വഴി നമുക്ക് ലഭിക്കുന്നത്? ഏത് മരമാണ്, എത്ര അകലമുണ്ട്, എത്ര ഉയരമുണ്ട്, എത്ര വണ്ണം, ഏത് നിറം, ഇലകളുടെ ആകൃതി, ഇവയൊക്കെ നമുക്കതൊന്ന് കിട്ടും. നേടുന്ന അറിവുകളിൽ ഏറിയ പങ്ക് ലഭിക്കുന്നത് കാഴ്ചയിലൂടെയാണ്. കാഴ്ച സാധ്യമാകുന്ന നമ്മെ സഹായിക്കുന്ന കണ്ണിലെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? തൊട്ടറിയുന്ന കുട്ടിയുടെ കണ്ണുകൾ ശ്രദ്ധിക്കും. കണ്ണിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? കൺപോളകൾ, കൺപീലികൾ, കൃഷ്ണമണി എന്നിവ മാത്രം മതി വസ്തുക്കൾ കാണാൻ. നാം കാണുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണുന്ന പോലെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വിവിധ വസ്തുക്കളുടെ പ്രതിബിംബം ക്ലാസ്സിലെ ചുവരിൽ പതിപ്പിക്കും. ചുമരിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? നമ്മുടെ കണ്ണിലും ഇതുപോലെ ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസും നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നു. നാം ചെയ്ത പരീക്ഷണത്തിൽ ഭിത്തിയിലല്ല പ്രതിബിംബം പതിഞ്ഞത്. എന്നാൽ കണ്ണിൽ റെറ്റിന എന്ന സ്ക്രീനിലാണ് ഈ പ്രതിബിംബം തലകീഴായി പതിയുന്നത്. നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിലെത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിൻ്റെ യാഥാർത്ഥ്യ നിറത്തുമായ കാഴ്ച സാധ്യമാകുന്നു. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് പ്രതിബിംബം ഉണ്ടാക്കിയ പരീക്ഷണം നാം വസ്തുക്കളെ കാണുന്ന വിധവും താരതമ്യം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. താഴെ കൊടുക്കുന്ന സൂചനകൾ ഉപയോഗപ്പെടുത്താം. രണ്ട് സന്ദർഭങ്ങളിലും എവിടെയാണ് പ്രതിബിംബങ്ങൾ പതിഞ്ഞത്? പ്രതിബിംബങ്ങൾക്കുള്ള സമാനതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ റെറ്റിനയിലാണ് ശരിക്കും പ്രതിബിംബം പതിയുന്നത്. തലകീഴായ പ്രതിബിംബമാണ് പതിയുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ നേരെയായിട്ട് കാണുന്നു? അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ ലെൻസ് അതുപോലെ തന്നെ പ്രകാശം ഒരു വസ്തുവിൽ നിന്ന് വരുന്നു. ആ പ്രകാശം ഇവിടെ ലെൻസിലൂടെ പോയി റെറ്റിനയിൽ പതിക്കുന്നു. രണ്ട് സന്ദർഭങ്ങളിലും എവിടെയാണ് പ്രതിബിംബങ്ങൾ പതിഞ്ഞത്? അതിന് സമാനതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് കണ്ണുകളിൽ നമുക്ക് എന്തിനാണെന്ന് ചോദിക്കാം. ഈ പ്രവർത്തനങ്ങൾ ചെയ്തു. കൂട്ടുകാരൻ്റെ കയ്യിലുള്ള പേനയിൽ നിങ്ങൾ ടോപ്പിടാൻ ശ്രമിക്കുന്നു. മുകളിലേക്ക് എറിഞ്ഞ പന്ത് വീഴുമ്പോൾ പിടിക്കാൻ ശ്രമിക്കുന്നു. രണ്ട് കണ്ണുകൾ തുറന്നും ഓരോ കണ്ണു വീതവും അടച്ചും ഈ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക. ഏത് സന്ദർഭത്തിലാണ് കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ടത്? ഒരു കണ്ണ് തുറന്നു കൊടുക്കും അല്ലേ? രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞതിന് ദ്വിനേത്ര ദർശനം എന്ന ബൈനോക്കുലർ വിഷൻ. രണ്ട് കണ്ണുകളും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതിനാണ് നമ്മൾ പറയുന്നത് ഒരേ സമയം രണ്ട് കണ്ണുകളും നമുക്ക് ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിന് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. ഇത് മൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. ഒരു കണ്ണടച്ച് മുൻ പ്രശ്നങ്ങൾ ചെയ്ത് നമുക്ക് പ്രയാസം അനുഭവപ്പെട്ട കാരണം എന്തുകൊണ്ടാണ്? ദ്വിനേത്ര ദർശനം അവിടെ ഉണ്ടായില്ലേ? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. ത്രിമാന ദർശനം നീളം, വീതി, ഉയരം, കനം, അഘനം എന്നിവയെ അറിയാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നു. ഇനി കാഴ്ചയില്ലാത്തവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? കാഴ്ചയുടെ സുന്ദര ലോകമില്ല കണ്ണുകൾ നമുക്ക് തുറന്നിരുന്നത്. ഇനി അല്പം നേരം കണ്ണുകൾ അടച്ചിരുന്നു. എന്താണ് നമ്മുടെ അനുഭവം? പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ അപ്പം എന്തായിരിക്കും? ഇവർ ചുറ്റുപാടുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശബ്ദം കേട്ട് ആളുകൾ തിരിച്ചറിയുന്നു. തൊട്ട് നോക്കി കറൻസി നോട്ടുകളും നാണയങ്ങളൊക്കെ തിരിച്ചറിയുന്നു. അതുപോലെ അന്ധരായവരെ സഹായിക്കുന്ന നമ്മുടെ കടമയാണ്. സ്കൂളിൽ ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇനി വൈറ്റ് കെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അന്ധരായ ആളുകൾ സുരക്ഷിതമായ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ലോഹഭാഗം വസ്തുക്കളെ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ പറ്റും. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്ന വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും. ഇനി ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾ കണ്ടുപിടിക്കാനും കണ്ണ് കാണാത്തവരെ ഭൂപടത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ചെയ്യാനാവുക? സംസ്ഥാന അതിർത്തികൾ, പർവ്വതങ്ങൾ, നദികൾ എന്നിവ തൊട്ടറിയാൻ എന്തെങ്കിലും ചെയ്തുകൂടെ? പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടം നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ലേ? ഇവയെ നമ്മൾ മെയിനായിട്ട് പറയുന്ന പേരാണ് എംപോസ്ഡ് മാപ്പ് എന്ന്. എംപോസ്ഡ് മാപ്പ്. ഒരു എംപോസ്ഡ് മാപ്പ് നമുക്കുണ്ടാക്കാം. അതിനെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളാണ് നിലവിലുള്ളത്? വൈറ്റ് കെയിൻ ഉണ്ട്, ബ്രെയിൻ ലിപി ഉണ്ട്, ടാക്റ്റൈൽ വാച്ച് ഉണ്ട്, അതുപോലെ ടോക്കിംഗ് വാച്ച് ഉണ്ട്. ബ്രെയിൽ ലിപി എന്താണെന്ന് നമുക്ക് നോക്കാം. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിനാണ് ഈ രീതി വികസിപ്പിച്ചത്. ലൂയിസ് ബ്രെയിൻ വികസിപ്പിച്ച രീതിയാണ് ബ്രെയിൽ ലിപി. നേത്രദാനം. കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും മദ്യതയ്ക്ക് കാരണമാകാം. ഇതിൽ ചില വൈകല്യങ്ങൾ നേത്രഭാഗത്ത് മാറ്റിവെക്കലിലൂടെ പരിഹരിക്കാം.
കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്ന സംവിധാനത്തിൽ എന്ന് പറയുന്നത് നേത്രദാനം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥമാണ്. നേത്രദാനത്തിലുള്ള സമ്മതപത്രം നമ്മൾ നൽകിയിരിക്കണം. അടുത്ത ബന്ധുക്കൾ അറിയേണ്ടതില്ലേ? അപ്പോൾ ഇരുളടഞ്ഞ കണ്ണുകളിൽ കണ്ണുകൾ ദാനം ചെയ്യുന്ന നേത്രദാനം മഹാദാനം. ജീവിച്ചിരിക്കുന്നവർക്ക് വെളിച്ചമേകാൻ നമ്മുടെ കണ്ണുകൾ മരണശേഷം നാം ദാനം ചെയ്തുകൂടെ? ഇതിന് വേണ്ട സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിന് ജീവിച്ചിരിക്കുമ്പോഴാണ്. നേത്രദാനത്തിനായി നേത്രബാങ്കുകൾ സമീപിക്കും. കണ്ണുകൾ നമുക്ക് സംരക്ഷിക്കാം. എത്ര പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കണ്ണുകൾ നമുക്ക് മനസ്സിലായില്ലേ? അവയെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്തിട്ട് തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം. മങ്ങിയ പ്രകാശത്തോ തീവ്രപ്രകാശത്തിലോ ബസ് യാത്ര ചെയ്യുമ്പോൾ വായിക്കരുത്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടാകണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. ഇനി മനുഷ്യൻ്റെ കാഴ്ചവിശേഷങ്ങൾ പോലെ മറ്റ് ജീവികളുടെയും കാഴ്ചവിശേഷം നമുക്ക് നോക്കാം. മരയോന്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു. മൂങ്ങയാണെങ്കിൽ തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ 2 കണ്ണുകളാണുള്ളത്. തല പിറകോട്ട് തിരിച്ച് പിറകിലുള്ള കാഴ്ചകളും കാണാൻ സഹായിക്കും. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ കഴിയുന്നു. കൂടുതൽ ജീവികളുടെ കാഴ്ചവിശേഷങ്ങൾ ശേഖരിക്കാം. കണ്ണടച്ചാലും അറിയും. 1 മിനിറ്റ് കണ്ണടച്ച് നിശബ്ദരായിരിക്കും. എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും നമുക്ക് നോക്കാം. വളരെ ദൂരെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? മറ്റ് ക്ലാസ്സിലെ കുട്ടികളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കേൾക്കാൻ നമ്മെ സഹായിക്കുന്ന ചെവിയാണ്. അറിയാലോ അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കാണുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗത്തിന് ചെവിക്കുട എന്ന് പറയുന്നത്. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത്. ചെവിയുടെ ഭാഗത്തിൻ്റെ ചിത്രം നോക്കൂ. കേൾക്കാൻ ചെവിക്കുട മാത്രം മതിയോ? അപ്പോൾ ചെവി എങ്ങനെ സംരക്ഷിക്കാം? ചില വസ്തുക്കൾ അലക്ഷ്യമായി ചെവിയിലിട്ടിട്ട് ഇങ്ങനെ തിരിക്കുന്ന ആൾക്കാരെ കാണാറ്. ഇത്തരം പ്രവൃത്തികൾ ചെവിയെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ ചെവിക്ക് അപകടം വരാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കളൊന്നും ഇടരുത്. വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്. ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കാൻ പാടില്ല. ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത്. പല കാരണങ്ങളാൽ മനുഷ്യൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടാറുണ്ട്. കേൾവിയില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരിക്കാനാവില്ല. ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ഇവയിൽ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. വിവിധ ഇനം ശ്രവണ സഹായിയുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പാമ്പിൻ്റെ കാര്യം നോക്കാം. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുള്ള നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അതായത് പാമ്പുകൾ വായുവിലൂടെ വരുന്ന ഈ ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിൽ വരുന്ന ശബ്ദം തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ഇനി മണം അറിയാൻ വേണ്ടിയിട്ട് പഴുത്ത ചക്ക മുറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുന്നത്? അവയുടെ ഏത് അവയവമായി ഇത് സഹായിക്കുന്നത്? മണം അറിയാൻ സഹായിക്കുന്ന അവയവമാണ് നമ്മുടെ മൂക്ക്. താഴെ പറയുന്ന വസ്തുക്കൾ മേശപ്പുറത്ത് ഒരുക്കി വയ്ക്കുന്നു. മുല്ലപ്പൂ, കറിവേപ്പില, ഏലം, വെളിച്ചെണ്ണ, ഇഞ്ചി, ചെറുനാരങ്ങ, ജീരകം, മഞ്ഞൾ, കർപ്പൂരം. കൂട്ടുകാരൻ്റെ കണ്ണ് കെട്ടിയ ശേഷം അയാൾ ഓരോന്നായി എടുത്ത് മണക്കട്ടെ. കൂട്ടുകാരന് എത്ര വസ്തുക്കൾ തിരിച്ചറിയാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് ഏതെല്ലാം വസ്തുക്കൾ മണത്ത് തിരിച്ചറിയാനാകും? എഴുതി നോക്കൂ. ഭക്ഷണ സാധനങ്ങൾ കേടുവന്ന വിവരം മണത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ടല്ലോ. വീട് പരിസരത്ത് എലിയും മറ്റു ചത്ത് കിടക്കുമ്പോൾ അതറിയുന്നത് എങ്ങനെയാണ്? ദുർഗന്ധം അനുഭവപ്പെടുന്ന ഇത്തരം സന്ദർഭങ്ങൾ നാം തിരിച്ചറിയാറില്ലേ? ചോക്ക്, പേന, പെൻസിൽ എന്നിവ മണത്ത് നോക്കി തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ? മനുഷ്യന് പൊതുവേ ഘ്രാണശക്തി കുറവാണ്. പല ജീവികൾക്കും മനുഷ്യനേക്കാൾ ഘ്രാണശക്തിയുണ്ട്. അപ്പോൾ ഘ്രാണശക്തിയിലെ ഭയങ്കര വമ്പന്മാരെ നമുക്ക് നോക്കാം. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ഇവയ്ക്ക് കഴിയും. മണത്തറിയാനുള്ള കഴിവ് ഏറെ ഉള്ള മറ്റൊരു ജീവനാണ് നായ. നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിലടക്കിടെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നത് വേണ്ടിയാണ്. നായകൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായതുകൊണ്ട് കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗപ്പെടുത്തും. പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തിരുന്ന് കണ്ടിട്ടുണ്ടോ? ഇത് എന്തിനാണെന്ന് അറിയോ? നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. ഇനി രുചിയുടെ ലോകം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്? എന്താണ് ഇതിന് കാരണം? ഭക്ഷണപദാർത്ഥം നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണം അതിൻ്റെ രുചിയാണ്. രുചി നമ്മളെ അറിയിക്കുന്ന അവയവമാണ് നാക്ക്. രുചി അറിയുന്ന വിധം എങ്ങനെയാണ്? ഭക്ഷണവും ഉമിനീരിൽ നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ആഹാരത്തിൽ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്ന് പറയുന്നത് നാവിലെ രസമുകളുടെ സഹായത്തിലാണ്. വിവിധ രസമുകളുടെ നാവിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ ചെറു സഹായത്തോടെ കണ്ടെത്തും. മധുരമുള്ള വസ്തുക്കൾ നാവിൻ്റെ ഏത് ഭാഗം കൊണ്ടാണ് നാം തിരിച്ചറിയുന്നത്? കയ്പുള്ള ഗുളികൾ നാവിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് കഴിയുന്നതാണ് നല്ലത്? അപ്പോൾ നോക്കിയാൽ നാവിൻ്റെ ഏറ്റവും അറ്റത്താണ് മധുരമുള്ളത്. 2 സൈഡുകളിലായിട്ട് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മധ്യത്തിലായിട്ട് പുളിയും, ഏറ്റവും അറ്റത്ത് കയ്പ്പാണ്. അപ്പോൾ മധുരം ഏറ്റവും തുമ്പത്ത്, 2 സൈഡിൽ ഉപ്പ്, മധ്യത്തിലായിട്ട് പുളി, അറ്റത്തായിട്ട് കയ്പ്പ്. അപ്പോൾ തൊട്ടറിയാം. ഇനി ഒരു കുഞ്ഞിന് മുമ്പ് ശരീരത്തിലൂടെ നാം അറിയാറില്ലേ? ചൂടുള്ള ചായ കുടിക്കുമ്പോൾ കാലിൽ
മുള്ളു കുത്തുമ്പോഴൊക്കെ നാം അറിയുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് സാധ്യമാവുന്നത്? സ്പർശം അറിയുന്നത് ത്വക്ക് മുഖേനയാണ്. ത്വക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. സ്പർശത്തിലൂടെ എന്തെല്ലാം നാം തിരിച്ചറിയുന്നു? ചൂട്, മിനുസം, മാർദ്ദവം, ആകൃതി, വലിപ്പം, ഇതൊക്കെ നമ്മൾ ത്വക്കിലെ സംരക്ഷിക്കാൻ നമ്മൾ ഇതൊക്കെ ചെയ്യണം. കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം. അമിതമായ ചൂട്, തണുപ്പിൽ നിന്ന് ത്വക്കിനെ സംരക്ഷിക്കണം. സ്പർശം അറിയാൻ ത്വക്കിന് കഴിവില്ലെങ്കിലോ ശരീരത്തിലുണ്ടാവുന്ന മുഴുവൻ ശതകളും നാം അറിയാതെ പോകും. വസ്തുക്കളെ വിരൽ കൊണ്ട് തൊട്ടറിയുന്നത് കൊണ്ട് സ്പർശന ശക്തി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെയല്ല. വിരൽത്തുമ്പുകൾ, കവിള്, ചുണ്ടുകൾ എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്പർശന ശേഷിയുള്ളത്. വിവിധ അവയവങ്ങൾ നൽകുന്ന അറിവുകൾ നാം മനസ്സിലാക്കി ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കും. അപ്പോൾ ചിത്രത്തിൽ സന്ദർഭം മഴവില്ല് നോക്കി കാണുന്ന കുട്ടി മഴവില്ലിൻ്റെ നിറങ്ങൾ, മഴവില്ലിൻ്റെ ആകൃതി, ഉപയോഗപ്പെടുത്തുന്ന കണ്ണുകൾ, അങ്ങനെ ഓരോന്നും, മണം, അതുപോലെ തന്നെ രുചി, ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്, എല്ലാ ജീവികളും ചുറ്റുപാടും നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടുകളിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി എല്ലാ ജീവികളും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് നൽകുന്ന ഈ അവയവങ്ങളെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ എന്നും പറയാറുണ്ട്. ഇന്ദ്രിയങ്ങൾ ശുചിത്വവും സംരക്ഷണവും. ഇന്ദ്രിയങ്ങളുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. അവ ഓരോന്നിനും സംരക്ഷിക്കേണ്ടതുണ്ടോ? ഇന്ദ്രിയങ്ങളുടെ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ഇനി പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ യോജിക്കുന്നു? പ്രസ്താവന ടിക്കടയാളം പെടുത്തും. ഇനി ദിവസം കുളിച്ച് ശരീരം വൃത്തിയാക്കണം. അമിതമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കാൻ ത്വക്കിൻ്റെ ആരോഗ്യം, സോപ്പ്, ക്രീമുകൾ, പൗഡർ എന്നിവ ആവശ്യമാണ്. ഇത് ശരിയാണോ തെറ്റാണെന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇരുട്ടിൽ പുറത്തുനിന്ന് TV കാണരുത്. ചെവിക്കുള്ള കൂർത്തവസ്ഥകളുള്ളത് തീവ്രത ശബ്ദം തുടർച്ചയായി കേൾക്കരുത്. തണുത്ത വെള്ളത്തിൽ കണ്ണുകൾ കഴുകണം. കണ്ണുപൊടിയോ പ്രാണിയോ ഉപയോഗിച്ച് കൈ കൊണ്ട് തിരുമ്പരുത്. ഇനി സ്നെലൻ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കാം. സ്നെലൻ ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളിലായി രേഖപ്പെടുത്തും. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരി ശരിയായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. സ്കൂളിൽ സ്നെലൻ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കാഴ്ചശക്തി പരിശോധിക്കും. ഏറ്റവും താഴെ വരെയുള്ള എല്ലാ അക്ഷരങ്ങളും വായിക്കാൻ കഴിയുന്നെങ്കിൽ നേത്രവിദഗ്ധൻ്റെ സഹായം തേടും. ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.